ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിലാട്ടോ. അപ്പോൾ ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ലൈറ്റ് ഹൗസും പുഷ്പമേളയും കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമുക്ക് നേരെ വീഡിയോ കൊണ്ടുപോക്കിയാലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ന്യൂ ഇയർ ആഘോഷം അതുപോലെ ക്രിസ്മസിന് ആഘോഷം കഴിഞ്ഞതിൻ്റെയൊക്കെ തിരക്കും അതുപോലെ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ വണ്ടി നേരെ പാർക്ക് ചെയ്ത് വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടേക്കുള്ള പ്രവേശനം പാസ് മുഖാന്തരമാണ് കേട്ടോ. അതായത് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് വരുന്നത്. ചെറിയ കുട്ടികൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 4 ടിക്കറ്റ് കൗണ്ടറുകളാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 UPI ടിക്കറ്റ് കൗണ്ടറുകളും വേറെ 2 ക്യാഷ് കൗണ്ടറുകളാണ് കേട്ടോ. ഇനി നമ്മളിതാ ടിക്കറ്റ് എടുത്ത് നേരെ അകത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി വരുമ്പം തന്നെ ഇതുപോലുള്ള ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ ആദ്യം വരുന്നത്. പല പല കളറിലും വർണ്ണങ്ങളിലുള്ള ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് മരങ്ങളൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ആലീസിൻ്റെ വണ്ടർലാൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതാ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്രൗഡായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നവരെല്ലാവരും കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ ഇതുപോലൊരു കേവ് കാണാം കേട്ടോ. ഇത് സംഭവത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു കേവിൻ്റെ ലുക്കാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സ്നേക്കിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗ്രൗണ്ട് മൊത്തം മരങ്ങളിലൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് ഷോ അതിഗംഭീരമാണ്, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. 50 രൂപയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നൂല കേട്ടോ. അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ കാടിന് നടുവിൽ മരങ്ങൾക്ക് നടുവിലൊക്കെ ആയിട്ട് ഒരുപാട് മൃഗങ്ങൾ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ. വീണ്ടും നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ അതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും മരങ്ങളിലൊക്കെ ഫുള്ളായിട്ട് ലൈറ്റുകൾ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് നോക്കി നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മുന്നോട്ട് നടക്കും തോറും ഇതുപോലെ ഓരോ മൃഗങ്ങൾ ഷേപ്പിലും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കാലാവധി വരുന്നത് വെച്ചാൽ ഡിസംബർ 25 തുടങ്ങി ജനുവരി 3 വരെയാണ് കേട്ടോ ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നടക്കുന്ന വഴിയിൽ ഓരോ സൈഡിലും ഓരോ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവരെ ഫ്ലവർ ഷോ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിലും തുടരുത്, നശിപ്പിക്കരുത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അതുപോലെ ഒരു കവാടത്തിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് കയറാട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ ക്രിസ്മസ് തീമിലുള്ളൊരു ഇതായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ റെഡ് ഗ്രീൻ അതുപോലെ വൈറ്റൊക്കെ കളറിൽ നല്ല ഭംഗിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ പുറത്തോട്ട് നടക്കാം കേട്ടോ. ഇതൊക്കെ എൻ്റെ കൂടെ വന്ന ആൾക്കാരാണ്. ഇക്കാത അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും നമുക്ക് വയ്യ ഇനിയുള്ള വ്ളോഗിലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, അവരെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒരു ഗാർഡനായിട്ട് കാണുന്നത്. ഇവിടെ നമ്മൾ കാശിത്തുമ്പയും അതുപോലെ ഹെർബൽ ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ പാലസിൻ്റെ ഫ്രണ്ടിലെത്തും. അവിടെ തന്നെ അതുപോലെ ഒരുപാട് ഫ്ലവറും കാര്യങ്ങളും വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ചമ്മന്തിയൊക്കെ. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഭംഗിയും ചെടികളുടെ ഭംഗിയും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാലസിൻ്റെ മുന്നിലെത്തി കുറച്ച് നേരം ഇരുന്നപ്പോൾ അതുപോലെ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പാലസ് ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് വീണ്ടും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നേരെ പാലസിന് അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നേരെ പാലസിൻ്റെ അകത്തോട്ട് എത്തിയിരുന്നു. അപ്പോൾ ഇവിടെയും തന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിലും ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർ പ്രത്യേകം നമ്മോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഒറിജിനൽ ഫ്ലവർ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു പ്ലാസ്റ്റിക് ആണെന്നുള്ളത്, പക്ഷേ എല്ലാം ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ വെറൈറ്റി ഫ്ലവറും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ടോ. ഒരിക്കലും നമ്മൾ വന്നിട്ട് നമുക്ക് നഷ്ടമായിട്ട് തോന്നില്ല, അത്രയും നല്ല രീതിയിൽ അവരിത്
ലൈറ്റ് ഷോയും നമ്മളെ ഫ്ലവർ ഷോയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ നേരെ പാലസിന് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻട്രൻസ് ഒരു ഭാഗത്ത് കൂടി എക്സിറ്റ് വേറെ ഒരു ഭാഗത്ത് കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നേരെ ഇതാ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫുഡ് കൗണ്ടർ, അതുപോലെ കുട്ടികളുടെ ചെറിയ ഒരു പാർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാർക്കിന് ഓരോന്നിൽ കയറാനാണെങ്കിൽ സെപ്പറേറ്റ് ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.